സവാള എന്നാലും മൂപ്പിക്കാം. ഈ ബിരിയാണിയിൽ അലങ്കരിക്കാനുള്ള സവാളയാണ്. സവാള നന്നായിട്ട് മുക്കട്ടെ. ജസ്റ്റ് ഒന്ന് കുറുകിയാൽ മതി. മസാല ഏകദേശമായി. നമുക്കിനി അതിലോട്ട് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം. അതിനിടയ്ക്ക് സവാള ഒരു പാരയായി. ഇപ്പോൾ നമുക്ക് എന്തായാലും സവാള ഏകദേശം മൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് ബിരിയാണിക്കുള്ള ഡെക്കറേറ്റ് ചെയ്യാനുള്ള സവാളയാണ്. അപ്പോൾ നമുക്ക് മസാല എന്തായാലും നോക്കാം. മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതിലോട്ട് പിന്നെ ബാക്കിയുള്ള ചേരുവകളെന്ന് വെച്ചാൽ ഒരു നാരങ്ങയുടെ നീര്, കുരു കളയണം, തൈര് ആവശ്യത്തിന്, 1/4 കപ്പ് എന്ന് പറയും, പക്ഷേ പുളി ഉണ്ടാവും, അതുകൊണ്ട് നോക്കിയിട്ടാൽ മതി, അധികം ആവാൻ പാടില്ല. നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് മസാലപ്പൊടി ഇടാം. ഒരു 2 സ്പൂൺ മസാലപ്പൊടി, അലങ്കരിക്കാനുള്ള സവോള റെഡിയാണ്. കരിഞ്ഞു പോകാൻ പാടില്ല. ഇതേപോലെ ബ്രൗൺ കളറേ ആകാൻ പാടുള്ളൂ. ഓക്കെ. ഇതിന് ശേഷം നമുക്ക് നട്ട്സും എന്താ പറയുക മുന്തിരിങ്ങയും കിസ്മിസും ഇട്ടിട്ട് വറുത്തെടുക്കണം. അപ്പോൾ ആദ്യം നമുക്കിത് വറുത്ത് മാറ്റി പ്ലേറ്റ് ഇടണം. ഇനി മസാല എന്തായാലും നമുക്ക് നോക്കാം. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. കുറച്ച് പുളിയും കൂടെ ആവാം. നാരങ്ങ ഇട്ടിട്ടുണ്ടെന്നാലും ആവശ്യത്തിന് കുറച്ച് മസാലപ്പൊടി. പൊരിച്ച് വെച്ച ചിക്കൻ്റെ പീസുകൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ. നല്ല മണം വരുന്നുണ്ട്. മസാലപ്പൊടിയുടെ ഒക്കെ നല്ല മണം വരുന്നുണ്ട്. എന്തായാലും ഇത് ചെറിയ സ്പൂൺ വെച്ച് ഇളക്കാം. ഇതുകൊണ്ടൊരു ഏല് കിട്ടുന്നില്ല. എന്തായാലും മസാല റെഡിയായി. ഇത് നമുക്കിനി കൂട്ടി വെക്കാം. ബിരിയാണിക്കുള്ള റൈസ് ഉണ്ടാക്കാം. ബിരിയാണി ദമ്മാക്കണം, നെയ്ച്ചോറ് ഉണ്ടാക്കണം. അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി വെള്ളം ഏകദേശം ഞാൻ അളവിന് തിളക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അരി എന്തായാലും കഴുകിയിട്ട് ഊറ്റട്ടെ. നട്ട്സ് എന്തായാലും നമ്മൾ അലങ്കരിക്കാൻ റെഡിയാക്കുന്നുണ്ട്. ഇനി അടുത്ത ചോറ് നമുക്ക് ദമ്മാക്കാൻ വേണ്ടി പാത്രം വെച്ചു. എന്തായാലും ചോറിനുള്ള ഐറ്റമാണ് ചെയ്യുന്നത്. ഓയിലും RKG കൂടെ മിക്സ് ചെയ്യണം. കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി അതിലോട്ട് ഇട്ട് കൊടുക്കുന്നേ. റൈസ് അപ്പോൾ എന്താ പറയുക അത്യാവശ്യം മൂത്തു. അതിലോട്ട് നമ്മൾ ഈ ചൂടുവെള്ളം തിളച്ച വെള്ളം ഒഴിക്കുക.
കളർ വേണം, മതിയല്ലോ, ഒരുപാടായാലും ബുദ്ധിമുട്ടല്ലേ. എന്താ പറയുക, നമ്മുടെ നാട്ടിലെ കളർ അത് യൂസ് ചെയ്യാറില്ല. അതാ വെളുത്ത ബിരിയാണിയാണ് തലശ്ശേരി ബിരിയാണി. നാദാപുരം പള്ളിയിലെ ചന്ദനക്കുടത്തിന് 4 മുഴം വീരാളി പട്ടു വേണം, തുളുനാടൻ തള വേണം, തുളശ്ശേരി വള വേണം, മാല വേണം, മക്കന വേണം, മൈലാഞ്ചി വേണം, കയ്യിൽ മൈലാഞ്ചി വേണം. നാദാപുരം പള്ളിയിൽ ചന്ദനക്കുടത്തിന് 4 മുഴം വീരാളി പട്ടു വേണം, തുളുനാടൻ വള വേണം, തുറശ്ശേരി തള വേണം, മാല വേണം, മക്കന വേണം, മൈലാഞ്ചി വേണം, കയ്യിൽ മൈലാഞ്ചി വേണം. വീട്ടിൽ ചേരുവയൊക്കെ നല്ലതാണ്, ചേർക്കാൻ പറ്റുന്നില്ല. വീട്ടിലാണെങ്കിൽ ഉമ്മ എനിക്ക് തേങ്ങ ചോരണ്ടി തരും. ഇതിപ്പം വല്ലാണ്ട് അവസ്ഥയും ആവുന്നില്ല. പതിനാലാം രാവുദിച്ചത് മാനത്തോ കല്ലാഴിക്കടവത്തോ, പനിനീരിൻ പൂവണിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ. 14ആം രാവുദിച്ചത് മാനത്തോ കല്ലാഴിക്കടവത്തോ, പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ. തേങ്ങ ചുരണ്ടി കഴിയുന്നില്ല. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള എന്താ പറയുക അലങ്കരിക്കുന്ന ഐറ്റംസ് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ദമ്മിടാം. ദമ്മിടുന്ന എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കണം. അത് ആ രീതി ദം ചെയ്താൽ നമ്മൾ ചോറിലും അതേപോലെ മസാലയിലും നല്ല ബിരിയാണി മസാലയുടെ തലശ്ശേരി ബിരിയാണി മസാലയുടെ ആ ഒരു സ്മെല്ല് ഉണ്ടാവുള്ളൂ. നമുക്ക് ആദ്യം ഇതൊക്കെ എങ്ങനെ ചെയ്യണം നോക്കാം, ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ, ഇനി അതിലോട്ടിനി നമ്മൾ വറുത്ത് വെച്ച സവോള നല്ല നീറ്റായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ചമ്മന്തി ഉണ്ടാക്കാം. ചട്നിക്ക് വേണ്ട ഐറ്റംസ്: തേങ്ങ, മല്ലിച്ചപ്പ് ആവശ്യത്തിന്, കുറച്ച് കറിവേപ്പില, പുതിന ചപ്പ്, ആവശ്യത്തിന് മുളക്, ഇത്തിരി ഇഞ്ചി, ഇത്തിരി വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ നന്നായിട്ട് കിറുന്നടിക്കണം. അതിലോട്ട് നമുക്ക് ഇത്തിരി ഉപ്പ് വേണം. ഉപ്പ് മിക്സ് ചെയ്തിട്ടില്ല, കുറച്ച് ഉപ്പ് മിക്സ് ചെയ്തു. ഇത്തിരി തൈര്, ചമ്മന്തി റെഡിയായി. ചട്നി ദം ചെയ്യാനുള്ള ചോറ് എന്തായാലും റെഡിയായി കഴിഞ്ഞു. ഇനി ദമ്മ് ചെയ്യണം. ദമ്മ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ശ്രദ്ധിച്ചോളണം. സാധാരണ ചെറിയൊരു പാത്രത്തിലാണ് ദമ്മ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ പാത്രത്തിൻ്റെ അസൗകര്യം കാരണം നമുക്ക് ഇത് വെച്ച് തന്നെ സ്മെല്ല് ദം ചെയ്യാം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് മസാല, അത് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിച്ചപ്പ്, പിന്നെ നട്ട്സും അലങ്കരിച്ചത്, നാരങ്ങൻ്റെ നീര്, മസാലപ്പൊടി, കുറച്ച് സ്മെല്ലിന് വേണ്ടി പുതിന ചപ്പ്, വീണ്ടും നമ്മളതിൻ്റെ മേലെ ചോറ്,
ആവി വന്നില്ല പുട്ടിൻ അല്ല ബിരിയാണിക്ക് ആവി വന്നില്ല, ബിരിയാണിക്ക് ആവി വന്നില്ല. നോക്കിയാൽ ആവി വന്നോന്നു. നല്ല ആവി വന്ന്, നല്ല മണം വന്നു. ആവി വന്നേ. തലശ്ശേരി ബിരിയാണി റെഡി ആയിരിക്കുന്നു. വെരി സ്പെഷ്യൽ ഫേമസ് തലശ്ശേരി ചിക്കൻ ബിരിയാണി ഖൗല സ്പെഷ്യൽ റെഡി.